ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്നാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ CPM-ൽ ഒരു തടസ്സവും കൂടാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈടാർന്ന വായ്ക്കും അനുരാഗ നദിക്ക് വിഘ്നം കൂടാതെ ഒഴുക്ക് അനുവദിക്കയില്ല എന്ന് പറയുന്നത് പോലെ CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം, അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ വേർപാടിൽ രാജ്യം 3 ദിവസം ദുഃഖാചരണമാണ്. ലോകം മുഴുവൻ ദുഃഖാചരണത്തിലുമാണ്. ഈ അവസരത്തിലും AKG സെൻറ്റർ 2ാമത്തതിൻ്റെ ഉദ്ഘാടനവും നടന്നു. അതുപോലെ തന്നെ രാജ്യം മുഴുവൻ കരഞ്ഞു നിൽക്കുമ്പോഴാണ് ഇവിടെ കാരണഭൂതനും സംഘവും ആനന്ദ നൃത്തം ചവിട്ടി AKG സെൻറ്റർ 2-ലെ പാലുകാച്ച് നടത്തിയത്. പാലുകാച്ച് നടത്തിയതിൻ്റെ വാർത്തയും ചിത്രങ്ങളും ഒക്കെ പത്രങ്ങളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ടെലിവിഷനിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൽ എവിടെയോ നിൽക്കുന്ന ഒരു ചിത്രം ഒരാളെ കാണാൻ കഴിഞ്ഞു. അതായത് നമ്മുടെ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ഏത് സമയവും സഞ്ചിയും വഹിച്ച് നടക്കുന്ന നമ്മുടെ MA ബേബിയെ ആൾക്കൂട്ടത്തിൽ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളും പറയുകയും എഴുതുകയും ചെയ്തു. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട സ്ഥാനം. പക്ഷേ MA ബേബി പറയുന്നത് തന്നെ അങ്ങനെ മാറ്റി നിർത്തിയതല്ല, താൻ അങ്ങനെ മാറി നിന്നതാണ്. കാരണഭൂതനാണ് എല്ലാത്തിനും കാരണം. കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയ്ക്കും പാർട്ടിയെ നിലനിർത്തുന്നതും കാരണഭൂതനാണ് എന്ന് MA ബേബി സമ്മതിച്ചിരിക്കുന്നു. ഇത് ഈ പറഞ്ഞതുപോലെ ഈ MA ബേബിക്ക് ഡൽഹിയിൽ ചെമ്മാളിച്ച് നടക്കണ്ടേ? ആ ചെമ്മാളിച്ച് നടക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള പൈസ കിട്ടണം, എന്നാലേ അവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഡൽഹിയിലെ AKG സെൻറ്ററിലെ കറണ്ട് ചാർജ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാരണഭൂതൻ കനിയണം. അപ്പോൾ കാരണഭൂതൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. AKG സെൻറ്റർ 2ാമത്തതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആൾക്കൂട്ടത്തിൽ ഒരിടത്ത് മാറി നിൽക്കുകയായിരുന്നു. മാറ്റി നിർത്തിയതാണ് MA ബേബിയെ എന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്ന് അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പത്രങ്ങളിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. മാരാമണ്ണ് അദ്ദേഹം ഈ മാർ ക്രിസോസ്റ്റം പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഞാൻ മാർ ക്രിസോസ്റ്റം തിരുമേനിയെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ക്രൈസ്തവ മതസ്ഥരിലും ഇതര മതസ്ഥരിലുള്ളവരും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു തിരുമേനിയായിരുന്നു അദ്ദേഹം. 102 വയസ്സുവരെ ജീവിച്ചിരുന്നു. ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് മാർത്തോമ സഭ അറിഞ്ഞു തന്നെ അപമാനിച്ചോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ അവാർഡ് MA ബേബിക്ക് കൊടുത്തതിലൂടെ, ഒരു അവാർഡ് കൊടുക്കുന്നതിനൊക്കെ അതിൻ്റേതായ ചില മാനദണ്ഡങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഈ വഴിയെ പോകുന്ന എല്ലാവർക്കും പിടിച്ച് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു നാടായി കേരളം മാറി. അത് വേറെ കാര്യം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അവാർഡ് തരും എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ഈ CPM-നകത്ത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ MA ബേബി, ഇനിയിപ്പം നാളെ അവർ ചിലപ്പോൾ ചിന്തോ ജെറോമിന് അവാർഡ് കൊടുക്കും, ആര്യ രാജേന്ദ്രന് കൊടുക്കും, AA റഹീമിനും കൊടുക്കും, ബ്രിട്ടാസിനും കൊടുക്കും. അപ്പം ഈ ഭരണം കയ്യിലിരിക്കുന്നുണ്ടെന്ന് മാർത്തോമ സഭ ഇങ്ങനെ ഇവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത വേല തന്നെയാണ്. അതിന് സ്വർഗസ്ഥനായിരിക്കുന്ന ഒരു തിരുമേനിയെ ഇത്തരത്തിൽ അവഹേളിക്കണമായിരുന്നു എന്നുള്ളതാണ്. അവിടെ വെച്ച് പിണറായി വിജയൻ MA ബേബിയെ വാനോളം പുകഴ്ത്തിയെന്ന് എന്നുവെച്ചാൽ ഇവിടെ കഴിഞ്ഞ ദിവസം AKG സെൻറ്റർ 2-ൻ്റെ ഉദ്ഘാടന വേദിയിൽ ഒതുക്കിയിട്ടു, മാറ്റി നിർത്തി. അല്ലെങ്കിൽ റിബൺ മുറിക്കാനായിട്ട് കൂടെ നിർത്തിയില്ലെങ്കിലും ആ മുൻനിരയിലെങ്കിലും കൊണ്ട് നിർത്തണ്ടേ? മുൻനിരയിൽ നിന്നത് കുറച്ച് വനിതാ രത്നങ്ങളായിരുന്നു. നമ്മുടെ ശ്രീമതി ടീച്ചറും സുജാത, പിന്നെ അതുപോലെ മറ്റു ചില
വനിതാ രത്നങ്ങളാണ് നിന്നിരുന്നത്. പി ദിവ്യയെ എന്തായാലും അവിടെ കണ്ടില്ല. പി ദിവ്യയ്ക്ക് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള ഒരു പേര് ദോഷം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വീട്ടിലിരുന്നോളാൻ പറഞ്ഞു കാണും. അപ്പോൾ അങ്ങനെ തന്നെ ആരും ഒതുക്കിയിട്ടില്ല എന്നാണ് എം.എ. ബേബി പത്തനംതിട്ടയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒതുക്കി എന്നുള്ളത് എം.എ. ബേബിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അവിടെ വെച്ച് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയത്. പക്ഷെ പിണറായി വിജയൻ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട് വാനോളം പുകഴ്ത്തിയപ്പോൾ. ഒന്ന്, അഭിനവ മുണ്ടൻ, അതായത് രണ്ടാം മുണ്ടൻ എന്ന പേരിൽ സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ആളാണ് എം.എ. ബേബി. ചിലർക്ക് ഈ രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് എന്നൊന്നും നിശ്ചയം കാണത്തില്ല. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളതൊക്കെ ലീഗിലെ ചിലരൊക്കെയാണ് വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗിൽ UDF ഭരിക്കുന്ന കാലത്തെല്ലാം മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നമ്മുടെ അബ്ദുൾ റബ്ബ് ഇങ്ങനെയുള്ളവരൊക്കെയാണ്. പിന്നെ E.T. മുഹമ്മദ് ബഷീറൊക്കെ കുറച്ച് ഭേദമായിരുന്നു. നല്ല വിദ്യാഭ്യാസ മന്ത്രിയിൽ ഒരാളായിരുന്നു CH മുഹമ്മദ് കോയ. ഒരു മതേതര സ്വഭാവമൊക്കെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഈ ജോസഫ് മുണ്ടശ്ശേരി പല പരിഷ്കാരങ്ങളും വരുത്തി. അത് കഴിഞ്ഞിട്ട് 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മുടെ ഈ സാംസ്കാരിക രംഗം മുഴുവൻ ഹോൾസെയിലായി ഏറ്റെടുത്തിരിക്കുന്ന എം.എ. ബേബി. അദ്ദേഹം കയറിയതിന് ശേഷമാണ് ഈ 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ മുഴുവൻ ഭാവി തകർത്ത് കളഞ്ഞത്. നിങ്ങൾ എന്ത് എഴുതിക്കോ മാർക്ക് തരും, എന്തെഴുതിയാലും മാർക്ക് തരും. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാലും മതി, എഴുതണമെന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ കുട്ടി എഴുതാൻ ശ്രമിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് അവിടെ അറ്റൻഡ് ചെയ്തതിന് മാർക്ക് കൊടുക്കണം. ശകുന്തള എന്നാണ് കുട്ടി എഴുതേണ്ടത്. പക്ഷേ കുട്ടി ഷളാന്നേ എഴുതിയുള്ളൂ. ശകുന്തളയുടെ കുന്ത വിട്ടുപോയി. കുട്ടിക്ക് അവിടെയും മാർക്ക് കൊടുക്കണമെന്നാണ് എം.എ. ബേബി പറയുന്നത്. അങ്ങനെ നമ്മുടെ മലയാള ഭാഷയുടെയും സാംസ്കാരിക രംഗത്തും വലിയ ആളായിട്ട് നടക്കുന്ന ഇദ്ദേഹം മലയാള ഭാഷയെ അതോടുകൂടി തന്നെ കുട്ടിച്ചോറാക്കി കയ്യിൽ തന്നു. കുട്ടികൾ എന്തെഴുതിയാലും മാർക്ക്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് എന്തോ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി എന്നും പറഞ്ഞ് സ്വയം അഭിമാനിച്ച് നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ കേരളത്തിൻ്റെ രണ്ടാം മുണ്ടനാണ്. അപ്പം ഇതൊക്കെ ഈ അല്പന്മാരാണെന്നേ. ഏതായാലും അതിനുശേഷം ഇദ്ദേഹം പിന്നീട് ഒരു വകുപ്പ് മന്ത്രിയായിട്ട് ഒന്നും വന്നില്ല. പിന്നെ 2014 കൊല്ലത്ത് മത്സരിക്കാൻ പോയി. അവിടെയാണല്ലോ പിണറായി വിജയൻ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത്. ആ പരനാറി എന്നൊക്കെ വിളിച്ചതിൻ്റെ യഥാർത്ഥത്തിൽ വിളിച്ചത് എം.എ. ബേബിക്കിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം പിണറായി പരനാറി എന്ന് വിളിച്ച നാവ് കൊണ്ട് വാനോളം എം.എ. ബേബിയെ വാഴ്ത്തുകയും ചെയ്തു.